എന്നെ പറ്റി ടീച്ചറെ ആകെ ഒരു വിഷമം കുർബാനയ്ക്കടിക്കാൻ ശ്രദ്ധിച്ചായിരുന്നു. ആകെ വിഷമിച്ചിരിക്കുന്നു. നമ്മുടെ തോമസ് ഏട്ടൻ്റെയും എലിസബത്തിൻ്റെയും മോളില്ലേ ഏഞ്ചൽ, ഊവ് അവളും ഉണ്ട് ഇപ്രാവശ്യത്തെ ആദ്യ കുർബാന സ്വീകരണത്തിന്. എനിക്കറിയാം. അവൾക്ക് എന്നെ പറ്റി അച്ഛൻ ഓർമ്മയില്ലേ, ഒരു മാസം മുമ്പ് അവൾ വേദപാഠ ക്ലാസ്സിലൊന്ന് തല ഇറങ്ങി വീണായിരുന്നു. ഇതാ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് സ്കൂളിലൊന്ന് തല ഇറങ്ങി വീണച്ച. ആ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ തകരാറാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അച്ഛോ. എമർജൻസി സർജറിക്ക് വേണ്ടി ഈ ആഴ്ച തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛ 10% പോലും വിജയസാധ്യതയില്ലെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അച്ഛാ. അമ്മേ, ആ പിഞ്ചു പൈതലിനെ വെച്ച കുടുംബത്തെ പരീക്ഷിക്കുകയാണോ നീ? വികാരി അച്ഛൻ ഇവിടെ ഇല്ല ടീച്ചറെ. നമുക്ക് അവിടെ മരുന്ന് പോയാലോ? അച്ഛനും ടീച്ചറുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. കയറി വാ ടീച്ചറെ. എന്താ ഹോസ്പിറ്റലിൽ നിന്നുള്ള തീരുമാനം? നാളെ ഒരു സ്കാൻ ഉണ്ട് അച്ഛോ. നാളെ കഴിഞ്ഞാണ് സർജറി പറഞ്ഞിരിക്കുന്നത്. മേജർ സർജറിയാ. 10% പോലും വിജയസാധ്യത പറഞ്ഞിട്ടില്ല അച്ഛോ. എന്റെ മോള്, എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാകുമോ അച്ഛോ? എലിസബത്തെ, നമ്മുടെ ജീവിതഭാരങ്ങളും വേദനകളും ഒക്കെ നമ്മൾ എവിടെയാണ് സമർപ്പിക്കുന്നത്? എല്ലാം തൻ്റെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഈശോയുടെ കരങ്ങളിലല്ലേ? അപ്പോൾ ഈ വേദന നമുക്ക് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മോളെ, ഏഞ്ചൽ മോൾക്ക് സ്കാൻ ചെയ്യാൻ പോകാൻ പേടിയുണ്ടോ? ഇല്ല ടീച്ചറെ. ടീച്ചറല്ലേ എല്ലാ ദിവസവും കാറ്റഗറിസം ക്ലാസ്സിൽ പറയാറുള്ളത്. മാതാവിനോട് എന്തേലും ചോദിച്ചാൽ മാതാവ് സഹായിച്ചു തരുന്നു. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ കൊന്ത ചൊല്ലാറുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് പേടി? അതെ മോളെ, കൊച്ചു പ്രാർത്ഥിച്ചു, മാതാവ് എല്ലാം മാറ്റിത്തരും. തോമസ് ഇല്ലേ ഇവിടെ? അത് ഇവിടെ ഉണ്ട് അച്ഛോ. അവനൊന്ന് വിളിക്കാം. ഇച്ചായ, ഇച്ചായ, അച്ഛനും ടീച്ചറും കാണാൻ വന്നിരിക്കുന്നു. എന്തിന്? നമ്മളെയും കൊച്ചിനെയും കണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാ. പ്രാർത്ഥനയോ? പ്രാർത്ഥിച്ച് ഈ ഗതിയായത് സഹനമാണത്രേ, സഹനം. എന്റെ പൊന്നുമോളുടെ ജീവിതം വെച്ചോണ്ടാ സഹനം. ഇവനൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ, കടലിന് മീതെ നടക്കുന്നവനാണ് മരിച്ചു പോയതിനെ ഊറിപ്പിക്കുന്നവനാണെന്നൊക്കെ. ഇവനോട് നമ്മുടെ പൊന്നുമോളുടെ അസുഖം ഒന്ന് മാറ്റാൻ പറ. ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറയുമാരോട്. എനിക്കാരെയും കാണണ്ട, എനിക്കൊരുത്തനെയും കാണണ്ട. ഒരുത്തനെയും കാണണ്ട. സാരമില്ല. ഇച്ചായ, ഇച്ചായൻ എന്താ ഇങ്ങനെ? ഒരച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? എനിക്കിനി അച്ഛനും വേണ്ട, പള്ളിയും വേണ്ട. ഇനി ഇതും പറഞ്ഞ ഒറ്റെണ്ണത്തിനെ ഇങ്ങോട്ട് കയറ്റിയേക്കല്. എനിക്ക് ആരെയും കാണണ്ട. ഇച്ചായ,
ചെറുപ്പം മുതലേ നമ്മൾ പള്ളിയും കുർബാനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞവരല്ലേ. എന്നിട്ട് നമുക്കോ? ഇച്ചായ ഇപ്പോഴല്ലേ കൂടുതൽ പ്രാർത്ഥന നമുക്ക് വേണ്ടത്. കാൽവരി മലയില് സ്വന്തം പുത്രനെ കുരിശിലേറ്റി കൊന്നപ്പോ ആ അമ്മ അനുഭവിച്ച വേദനയില്ലേ, ആ വേദനയോളം ആവില്ല നമ്മുടെ ഈ വേദന. ആ അമ്മയെ പോലെ ഒരു അമ്മയാ ഞാനും. നമ്മുടെ മാതാവ് നമ്മോടൊപ്പം ഉണ്ടാവും ഇച്ചായ. ഇച്ചായനറിയോ ഞാൻ എന്താ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതെന്ന്? നമ്മുടെ മോള് നമ്മളെ വിട്ടു പോയാലും അവളെ സമാധാനത്തോടെ അയക്കാനുള്ള കരുത്ത് കിട്ടണേന്നാ. അവളിപ്പോ ചോദിക്കാറുണ്ട്, പപ്പ എന്നാ നമ്മുടെ കൂട്ടത്തിൽ കുരിച്ച് വരയ്ക്കാൻ വരാത്തതെന്ന്. ഇനി 2 ദിവസം കൂടെ ഉള്ളു സർജറിക്ക്. പപ്പയും വരണം കുരിശ് വരയ്ക്കാൻ. ചിലപ്പോ അത് കഴിഞ്ഞ എലിസബത്തെ, സ്കാൻ കഴിഞ്ഞു ടീച്ചറെ. ഇന്നത്തെ സ്കാനിൽ നമ്മുടെ കൊച്ചിന് ഒരു പ്രോബ്ലം ഇല്ല ടീച്ചറെ. എന്റെ മാതാവേ, ശരിക്കും സത്യമാണോ ഇത്? ടീച്ചറെ, നമ്മുടെ കൊച്ചിന് ഒരു കുഴപ്പമില്ല ടീച്ചറെ. ഡോക്ടർ പറഞ്ഞത് ഇതൊരു മിറാക്കിൾ ആണെന്നാണ്. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന്. ടീച്ചറിന് അറിയാമോ, ഇന്നലെ ഏഞ്ചൽ മോള് പറയുവാ അവളുടെ അടുത്ത് മാതാവ് വന്നെന്ന്. എന്റെ അമ്മേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? അവൾ എന്തിയെ? അവളുടെ കയ്യിലൊന്ന് കൊടുത്തേ എലിസബത്തെ. മോളെ ടീച്ചറാ സംസാരിച്ചേ. ഹലോ ടീച്ചറെ, ഞാൻ ഇന്നലെ കണ്ടത് ടീച്ചറെ, മാതാവിൻ്റെ അടുക്കെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എന്നിട്ട് ഉമ്മയൊക്കെ തന്ന്, എന്നിട്ട് എന്നോട് പറഞ്ഞ് മോളും ഈശോയെ സ്വീകരിക്കാൻ മിടുക്കിയായിട്ട് വരണമെന്ന്. എന്റെ എലിസബത്തെ, എന്തൊക്കെയാണിത്? അത് ടീച്ചറെ, അവള് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം തോന്നിയില്ല. വിശ്വസിക്കണം എലിസബത്തെ, വിശ്വസിക്കണം നമ്മള്. ആ കുഞ്ഞിന്റെ വിശ്വാസ അവളെ രക്ഷിച്ചത്. ആ അമ്മയ്ക്ക് കഴിയാത്തതൊന്നുമില്ല എലിസബത്തെ. ഒരു കുഞ്ഞു വിശുദ്ധയായി അവളെ ഇനി വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Thank you.